ഹായ് ഓൾ. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കാത്തിരിപ്പിനൊടുവിൽ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കുള്ള നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി അല്ലെങ്കിൽ NVT ജൂനിയർ കെമിസ്ട്രി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PSCയുടെ പ്രൊഫൈലിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് അപ്ഡേറ്റ് ആവും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാറ്റഗറി നമ്പർ 445/2025 എന്ന പേരിലാണ് നോൺ വൊക്കേഷണൽ അല്ലെങ്കിൽ NVT കെമിസ്ട്രി എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ജൂനിയർ പോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് നിയമനം കിട്ടുക. ഇപ്പോ വരാനിരിക്കുന്ന HSST കെമിസ്ട്രിയുടെ നോട്ടിഫിക്കേഷനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് പഠിക്കാം. രണ്ടിന് സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ്. ഒറ്റ പരീക്ഷ, ഒറ്റ സിലബസ്, നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസികളിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ്. പ്രത്യേകിച്ചും PG കഴിഞ്ഞ B.Ed ഉള്ള സെറ്റുള്ള കെമിസ്ട്രി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഐ+ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള പുതിയ എക്സാമിന്റെ പാറ്റേണുള്ള അതേ കോഴ്സ് തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ നയിക്കുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോയാൽ സ്കെയിൽ ഓഫ് പേ 45,600 മുതൽ 95,600 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസികൾ, നമ്പർ ഓഫ് വേക്കൻസികൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 23 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് 2/1/1985 ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷവും 1/1/2002 മുൻപ് ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SC/ST OBC കാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ആയിട്ട് കിട്ടുന്ന ഏജ് റിലാക്സേഷനും ഉണ്ടാവും. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതായത് MSc കെമിസ്ട്രി ഉണ്ടാവണം വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക്, അതായത് 50% മാർക്കോട് കൂടി MSc പാസ്സായവരായിരിക്കണം. രണ്ടാമത് B.Ed ഉണ്ടായിരിക്കണം. അപ്പൊ ഇൻ ദി ആബ്സെൻസ് ഓഫ് B.Ed അല്ലാത്ത ആളുകളെ കൺസിഡർ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും B.Ed ഉള്ള, നമുക്കറിയാം B.Ed ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ B.Ed ഇല്ലാതെ നിങ്ങൾക്ക് നിയമനം കിട്ടില്ല. PG വേണം, B.Ed വേണം. മൂന്നാമതായിട്ട് എന്ത് വേണം? സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. സെറ്റ് പാസ്സായിട്ടുണ്ടാവണം. അപ്പൊ 3 ക്വാളിഫിക്കേഷൻസ് ആണ്: PG, B.Ed, സെറ്റ്. ഇതില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നെറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ PhD ഉള്ളവർക്ക്, MPhil ഉള്ളവരെയൊക്കെ സെറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടവർക്ക് സെറ്റ് വേണമെന്നില്ല. M.Ed ഉള്ള ആളുകൾക്കും സെറ്റ് വേണമെന്നില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് മറ്റൊന്നുമല്ല, MSc കെമിസ്ട്രിക്ക് ഇക്വലന്റ് ആണ് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ഈ പേരിലൊക്കെ PG ചെയ്ത ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ തവണ ഇതൊക്കെ ഇക്വലന്റ് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇനി ഹയർ ഡിഗ്രി ഉള്ള ആളുകൾക്ക്, നോൺ ക്വാളിഫയിങ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുന്നുണ്ട്. MPhil, ഇപ്പൊ MPhil നോൺ ക്വാളിഫയിങ് MPhil എന്ന് പറഞ്ഞാൽ MPhil നിങ്ങളുടെ യോഗ്യതയായിട്ട് പരിഗണിക്കാൻ പാടില്ല. അതായത് MPhil ഉള്ള ആളുകളെ സംബന്ധിച്ച് സെറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെറ്റ് ഇല്ലാത്ത ഒരാൾ MPhil ഉണ്ട്, അപ്പൊ അയാള് MPhil അയാളുടെ ക്വാളിഫയിങ് ഡിഗ്രിയാണ്, നോൺ ക്വാളിഫയിങ് ഡിഗ്രി അല്ല. അതേസമയം സെറ്റും ഉണ്ട്, PG ഉണ്ട്, B.Ed ഉണ്ട്. അതിന് പുറമെയാണ് MPhil എങ്കിൽ അയാൾക്ക് 2 മാർക്ക് കിട്ടും. അതിന് പുറമെയാണ് PhD എങ്കിൽ 4 മാർക്ക് കിട്ടും. MPhilലും PhD ഉണ്ടെങ്കിൽ 5 മാർക്ക് എക്സ്ട്രാ കിട്ടും. പോസ്റ്റ് ഡോക്ടറിൽ ഉണ്ടെങ്കിൽ 2 മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് ഉള്ള ഉദ്യോഗാർത്ഥികളും ഇപ്പൊ ഇതില്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഇത് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയുടെ മാർക്ക് തന്നെയാണ് റാങ്ക് തീരുമാനിക്കാനുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ താഴെ എക്സംഷൻസ് ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സെറ്റിന് ഹയർ ആണ് ഈ PhD, MPhil, M.Ed ഡിഗ്രി എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എന്താണ് ഇതിന്റെ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡിസംബർ 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസംബർ 31 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ ഉടനെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഐ+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഐ+ന്റെ കോഴ്സിൽ ഇപ്പോൾ ഓഫറോട് കൂടി തന്നെ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോവുകയാണ്. അതേ കോഴ്സിലേക്ക്, ഏറ്റവും ക്വാളിറ്റിയുള്ള കോഴ്സിലേക്ക്, റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളുടെ അതേ നിലവാരമുള്ള അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട്